നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തുടർച്ചയായ 10ാം രാത്രിയിലും ഇറാനെ നരകം കാണിച്ച് അമേരിക്ക. US പട ഇറാന്റെ മുക്കും മൂലയും കത്തിച്ചു. അടികൊണ്ട് പുറം പൊളിഞ്ഞ IRGCക്ക് തിരിച്ചടിക്കാൻ ആകെയുള്ള പോംവഴി അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നതാണ്. നിരന്തരമായി അറബ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നുമുണ്ട് IRGC. എന്നാൽ ഇറാന്റെ മിസൈലുകളെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർത്തെറിയുകയാണ് അറബ് രാജ്യങ്ങളും. അതുകൊണ്ട് തന്നെ ഇറാൻ കരുതുന്നത് പോലെ ഒരു അറ്റാക്ക് അറബ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് വരുത്താൻ കഴിയുന്നതുമില്ല. അമേരിക്കയാകട്ടെ ഇടതടവില്ലാതെ ആക്രമണം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളും ഉപരോധങ്ങളും തുടരുമ്പോഴും വഴങ്ങില്ല, യുദ്ധം തന്നെയെന്ന ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ് IRGC. ഈ സാഹചര്യത്തിൽ മേഖലയിലെ വൻ ശക്തികളെയും അമേരിക്കയെയും യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഖത്തർ, ഈജിപ്ത്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച 10 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം പരിഗണിക്കാൻ അമേരിക്ക നിർബന്ധിതരായേക്കും എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഇറാനെ ആക്രമിക്കാൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ കാത്തിരിക്കുകയാണ് ഇസ്രയേൽ. ഞങ്ങൾ എന്തിനും തയ്യാറായി നിൽക്കുന്നു, ഇറാൻ ഇനി ഭൂമുഖത്തുണ്ടാകില്ല, ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കും എന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് വെല്ലുവിളിക്കുന്നത്. എന്നാൽ അമേരിക്ക ഇസ്രയേലിനെ യുദ്ധക്കളത്തിലേക്ക് ഇറക്കാൻ ഇതുവരെ അനുവദിച്ചിട്ടില്ല. അതിനൊരു കാരണം, ഇസ്രയേൽ അടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇറാനെ മുച്ചൂടും തകർക്കുന്നതിലേ അത് അവസാനിക്കൂ എന്ന് അമേരിക്കയ്ക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇസ്രയേലിനെ ഇപ്പോൾ ഈ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ അനുവദിക്കാത്തത്. ബെഞ്ചമിൻ നെതന്യാഹുവിന് കർശനമായ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്, ഒരു ഘട്ടത്തിലും ഈ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങരുത് എന്ന്. എന്നാൽ അമേരിക്കയുടെയോ ട്രംപിൻ്റെയോ ഈ ഒരു നിർദ്ദേശം അനുസരിക്കാൻ ഇനി ഇസ്രയേൽ തയ്യാറായേക്കില്ല. കാരണം ഇസ്രയേൽ കാത്തിരിക്കുന്നത് ഇറാന്റെ സർവനാശമാണ്. കാരണം ഇറാൻ ഭൂമുഖത്തുണ്ടായാൽ ഇറാനും ഇറാന്റെ പ്രോക്സികളും ചേർന്ന് ഇസ്രയേലിനെ ആക്രമിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് വീണ്ടും തലപൊക്കും. അവർ ഇപ്പോൾ ഒരു സമാധാന കരാറിലൂടെ നിശബ്ദമാകുമെങ്കിലും, അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാലും കുറേ നാൾ നിശബ്ദരായിരിക്കും. എന്നാൽ വീണ്ടും തലപൊക്കും. ഒക്ടോബർ 27 പോലൊരാക്രമണം ഇസ്രയേലിൽ ഇനിയും ഉണ്ടാകും എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ഈ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ കാത്തിരിക്കുന്നതും. അവർ കോപ്പുകൂട്ടി കാത്തിരിക്കുകയാണ്. വജ്രായുധങ്ങളെല്ലാം ഒരുക്കി ആയുധപ്പുരകൾ നിറച്ച് കാത്തിരിക്കുകയാണ് ഇസ്രയേൽ. ഇപ്പോൾ കയറിയടിച്ച് ഇറാനെ തീർത്താൽ തീർത്തു, അല്ലെങ്കിൽ വീണ്ടും തല പൊക്കുമെന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നിശബ്ദമായി സംയമനം പാലിച്ചുകൊണ്ട് ഇസ്രയേൽ ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാൽ ഒരു സമാധാന കരാറിലൂടെ വീണ്ടും തങ്ങളെ ചതിക്കാനാണ് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ശക്തമായ രീതിയിൽ തങ്ങൾ ഇരച്ചിറങ്ങും എന്ന് തന്നെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു പലപ്പോഴും ഡൊണാൾഡ് ട്രംപിന്റെ വാക്ക് കേട്ട് പിന്നോക്കം പോകുമ്പോൾ ശക്തമായ വെല്ലുവിളികളും ശക്തമായ രീതിയിലുള്ള എതിർപ്പുകളുമാണ് ഇസ്രയേലിൽ നിന്ന് ഉയരുന്നത്. യുദ്ധത്തിലേക്ക് ഇറങ്ങൂ എന്ന് തന്നെയാണ് ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷവും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി കാറ്റ്സും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തൽക്കാലത്തേക്ക് ഒന്ന് സംയമനം പാലിക്കൂ എന്ന് ബെഞ്ചമിൻ നെതന്യാഹു രാജ്യത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സൈന്യത്തോടും അതുപോലെ തന്നെ ഇറ്റാമിർ ബെൻഗുറിനെ പോലെയുള്ള തീവ്ര ജൂതപക്ഷത്തോടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഈ ഒരു യുദ്ധം അതൊരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കലാശിക്കുമോ എന്നുള്ള ഭയം ഇപ്പോൾ തന്നെയുണ്ട്. അതായത് അമേരിക്ക അതിശക്തമായ ആക്രമണം നടത്തി ഇറാനെ മുച്ചൂടും തകർക്കുകയാണ്. തിരിച്ച് ഇറാൻ കൊടുക്കുന്ന പണികൾ ലോകത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്നതാണ്. അത് അറബ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണ്. കാരണം ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് അറബ് രാജ്യങ്ങളിൽ ജോലിക്കായി എത്തിയിട്ടുള്ളത്. അറബ് രാജ്യങ്ങളിൽ നിരന്തരമായി നടക്കുന്ന ആക്രമണം അവരെ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് കൊണ്ട് തള്ളുന്നുണ്ട്. ഇതുകൂടാതെ മറ്റൊരു പ്രതിസന്ധി ഹോർമുസ് തന്നെയാണ്. ഇറാന്റെ ആകെയുള്ള പിടിവള്ളി ഈ അറബ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നതും ഹോർമുസിൽ പിടിമുറുക്കിയിരിക്കുന്നതും തന്നെയാണ്. ഇത് കാണിച്ച് വിരട്ടുകയാണ്. ഇപ്പോൾ അമേരിക്കയെയും കൂടി വിരട്ടാനും പ്രതിസന്ധിയിലാക്കാനുമാണ് ഇറാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഒരു മയവുമില്ലാതെ അമേരിക്ക അതിശക്തമായ ആക്രമണം ഇറാന്റെ മുക്കിലും മൂലയിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നയതന്ത്ര പാത പിന്തുടരണമോ അതോ ഇസ്രയേലുമായി ചേർന്ന് കൂടുതൽ സൈനിക സാഹസത്തിന് മുതിരണമോ എന്ന് തീരുമാനിക്കാൻ കഴിയാതെ വൈറ്റ് ഹൗസ് ഒരു ആശയക്കുഴപ്പത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ്. എന്നാൽ പ്രകോപനപരമായ ഏതൊരു നീക്കത്തിനും ശക്തമായ മറുപടി നൽകാൻ ഇറാന്റെ സായുധ സേന സജ്ജരായിരിക്കുന്നു എന്നാണ് IRGC വെല്ലുവിളിക്കുന്നത്.
കൂടുതൽ യുദ്ധവിമാനങ്ങളും അത്യാധുനിക സംവിധാനങ്ങളും മേഖലയിൽ വിന്യസിച്ച് US ഇതിന് മറുപടി കൊടുക്കുന്നുണ്ട്. അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇപ്പോൾ ചക്രശ്വാസം വലിക്കുകയാണ്. ഇറാന്റെ ചുറ്റിലും അമേരിക്ക ശക്തമായ പിടിമുറുക്കിയിട്ടുണ്ട്. ഇതിന്റെ കൂട്ടത്തിലാണ് ടെഹ്റാന്റെ മുക്കിലും മൂലയിലും ഇറാന്റെ മുക്കിലും മൂലയിലും മൊസാദ് ചാരന്മാരുണ്ട്. അവർ കൃത്യമായ വിവരങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ആക്രമിക്കേണ്ട ഇടങ്ങളെക്കുറിച്ചുള്ള ബ്ലൂ പ്രിന്റുകൾ ഇട്ട് അമേരിക്കയ്ക്ക് കൊടുക്കുന്നത്, CIA കൈമാറുന്നത് മൊസാദ് ചാരന്മാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാന്റെ തന്ത്രപ്രധാന മേഖലകളിൽ അമേരിക്കയ്ക്ക് കയറി അടിക്കാൻ കഴിയുന്നത്. ഇത് മാത്രമല്ല, ഇസ്രയേലിലേക്കും മൊസാദ് ചാരന്മാർ ഇനി തകർക്കേണ്ട കേന്ദ്രങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ ചോർത്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ഇനി യുദ്ധകളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഇറാന്റെ നാശത്തിന് തന്നെയായിരിക്കും. അമേരിക്ക വലിയൊരു നാണക്കേടിന്റെ വക്കിലേക്കും എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളിൽ നിന്ന് പിന്തിരിയാൻ ഒരു കാരണവശാലും തയ്യാറാകില്ല. അതായത് ജോർദാനിൽ വെച്ച് അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ നടന്ന കൃത്യമായ ആക്രമണത്തിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടത് അമേരിക്കയ്ക്ക് വലിയ ആഘാതമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന് നേരെ ജനവികാരം ഇളകിയിരിക്കുകയാണ്. അമേരിക്കയുടെ ആക്രമണങ്ങൾക്കും കരാർ ലംഘനങ്ങൾക്കുമുള്ള തിരിച്ചടിയായിട്ടാണ് ഈ ആക്രമണം എന്ന് IRGC വെല്ലുവിളിച്ചത് ട്രംപിന് വലിയ ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അമേരിക്ക ഇതിന് മറുപടി കൊടുത്തിരിക്കുന്നത് വിനാശകരമായ ആക്രമണങ്ങളിലൂടെ ഇറാനിൽ നിന്ന് വില ഈടാക്കും എന്നാണ് മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇനിയും ആക്രമണം കടുപ്പിക്കും എന്നാണ് ആ വെല്ലുവിളി. ഇതുവരെ ഇറാന്റെ പാലങ്ങളൊക്കെ ആക്രമിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും, അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില കേന്ദ്രങ്ങളിലൊക്കെ മാത്രമേ, അതായത് ഇറാനെ ഒന്ന് ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ആക്രമണങ്ങളെ അമേരിക്ക നടത്തിയിട്ടുള്ളൂ. തങ്ങളെ പ്രകോപിപ്പിച്ച് ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇറക്കാൻ ഇറാൻ മുതിരരുത്, അത് നിങ്ങൾക്ക് നാശത്തിനായിരിക്കും എന്നാണ് പെന്റഗണിന്റെ മുന്നറിയിപ്പ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ പ്രക്ഷുബ്ധമായി തുടരുന്നതിനിടെ ഇറാന് നേരെ 10ാം രാത്രിയിലും അതിശക്തമായ വ്യോമാക്രമണം US നടത്തിയത്. അതേസമയം മേഖലയിൽ ആക്രമണം വ്യാപിപ്പിച്ച ഇറാൻ കുവൈറ്റിന് നേരെയും മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. അതായത് അമേരിക്കയിൽ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം. ഇതോടെ പശ്ചിമേഷ്യൻ മേഖല പൂർണ്ണമായും യുദ്ധഭീതിയിലേക്ക് വീണിരിക്കുകയാണ്. ഇറാന്റെ പ്രകോപനമില്ലാത്ത ആക്രമണങ്ങൾക്ക് മുന്നിൽ വിട്ടുവീഴ്ചയില്ല എന്ന് വ്യക്തമാക്കിയ US സെൻട്രൽ കമാൻഡ് ഇറാന്റെ സൈനിക കമാൻഡ് സെന്ററുകൾ, മിസൈൽ വിക്ഷേപണ താവളങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു പുതിയ ആക്രമണം തുടങ്ങിവെച്ചിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാകുന്ന ഇറാന്റെ നാവികശേഷി പൂർണ്ണമായും തകർക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ ഇപ്പോൾ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത് കുവൈറ്റിലേക്കാണ്. കുവൈറ്റിന് നേർക്ക് വന്ന ഇറാനിയൻ ഡ്രോണുകളെയും മിസൈലുകളെയും തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വ്യോമാതിർത്തിയിൽ വെച്ച് തന്നെ വിജയകരമായി തകർത്തതായി കുവൈറ്റ് സൈനിക വക്താവ് അറിയിച്ചിട്ടുണ്ട്. ജോർദാനിൽ US സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെ ഇറാന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ തങ്ങൾ പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലാണെന്നും തിരിച്ചടി തുടരുമെന്നും ഇറാൻ വ്യക്തമാക്കിയതോടെ മേഖലയിലെ സംഘർഷത്തിന് കൂടുതൽ മൂർച്ച വന്നിരിക്കുകയാണ്. പത്തിക്കടിച്ചിട്ടും വീഴാതെ വാലിൽ ജീവൻ പിടയ്ക്കുകയാണ് IRGCക്ക്. IRGCയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരേ ഒരു ലക്ഷ്യം. ഇറാൻ ഭരണകൂടം ഒരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണ്. എന്നാൽ അതിന് വിലങ്ങ് തടിയായി നിൽക്കുന്നത് IRGC എന്ന ഇറാന്റെ സൈന്യമാണ്. ഈ സൈന്യം അങ്ങനെയൊന്നും പിൻവാങ്ങാൻ ഒരു തരത്തിലും തയ്യാറാകില്ല. കാരണം ആയത്തുള്ള അലി ഖമനേയുടെ ശക്തമായ ഒരു സംഘമാണ് IRGC. ഇതിനെ സൈന്യം എന്ന് വിളിക്കാൻ കഴിയില്ല. കാരണം റിബലായിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ സേവനം അനുഷ്ഠിക്കുന്നത്. അവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ആയത്തുള്ള അലി ഖമനേയുടെ ചോരയ്ക്ക് പകരം വീട്ടുക, നെതന്യാഹുവിനെയും ഡൊണാൾഡ് ട്രംപിനെയും വകവരുത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ IRGC തയ്യാറാകും. ഇസ്രയേലിലേക്ക് അവർ ചാവേർ ആക്രമണങ്ങൾ നടത്തും. ഇസ്രയേലി സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കാനുള്ള, കൂട്ടമായി പീഡിപ്പിക്കാനുള്ള നീക്കങ്ങളിലേക്കും അവർ കടക്കും. ഏറ്റവും പൈശാചികമായി തന്നെ ജൂതരെ കൊന്നൊടുക്കാൻ അവർ വെറി പിടിച്ചു നിൽക്കുകയാണ്. ഇതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാ കാലത്തും തങ്ങൾക്ക് ഭീഷണിയായി നിൽക്കുന്ന IRGC എന്ന ആ ഗ്രൂപ്പിനെ ഇല്ലാതാക്കാൻ ഇസ്രയേൽ ശ്രമിക്കുന്നത്. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആരെയും കണ്ടിട്ടല്ല ഈ യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ അമേരിക്കയെ കണ്ടിട്ടല്ല, ഡൊണാൾഡ് ട്രംപിനെ കണ്ടിട്ടല്ല. ഞങ്ങളുടെ ശത്രുവിനെ ഇല്ലാതാക്കാൻ ഞങ്ങൾക്കറിയാം എന്ന ആ ഒരു മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പിലുണ്ട്
ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും യുദ്ധത്തിനിറങ്ങും. അത് ഡൊണാൾഡ് ട്രംപ് തങ്ങളെ തടഞ്ഞാലും വിലപ്പോകാൻ പോകുന്നില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് അത്. ഇറാനിലെ ഓരോ ഭാഗത്തും മൊസാദിൻ്റെ ചാരവലയമുണ്ട്. ആ ഒരു ചാരവലയം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ഇപ്പോഴും തല ഉയർത്തി നിൽക്കുന്നതും. അല്ലെങ്കിൽ പണ്ടേ ഇറാൻ അവരെ കടിച്ചു കീറിയേനെ. ആയുധം താഴെ വയ്ക്കാൻ തങ്ങൾക്ക് കഴിയില്ല. ആയുധം എപ്പോഴും ഞങ്ങൾ ഉറക്കത്തിൽ പോലും ഞങ്ങളുടെ സൈന്യത്തിന് ആയുധം കയ്യിൽ വെക്കേണ്ട സാഹചര്യമാണെന്നും ഇസ്രയേൽ പറയുന്നത് അതുകൊണ്ടാണ്. അതായത് ഇസ്രയേലിൻ്റെ പ്രധാന ശത്രു ഇറാനാണ്. ഇറാന്റെ ഒരേ ഒരു ശത്രു ഇസ്രയേലാണ്. ഇവർ പരസ്പരം ഇവരുടെ പരമാധികാരം അംഗീകരിക്കാൻ തയ്യാറല്ല. ഇരുവരും ബദ്ധശത്രുക്കളാണ്. ഒരാൾ വീഴാതെ പശ്ചിമേഷ്യയിൽ ഒരു കാലത്തും സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല. ഇറാൻ അവരുടെ പ്രോക്സികളെ ഉപയോഗിച്ച് തീവ്രവാദമാണ് ഇസ്രയേലിലേക്ക് നടത്തുന്നത്. തിരിച്ച് ഇസ്രയേൽ ഒരു മയവും കാണിക്കാതെ ആക്രമണമാണ് ഇറാനിലേക്കും നടത്തുന്നത്. പശ്ചിമേഷ്യ ഈ രണ്ട് രാജ്യങ്ങൾ കാരണം കത്തി അമരുന്ന കാഴ്ചയാണ് നമ്മൾ എല്ലായ്പ്പോഴും കാണുന്നത്. അമേരിക്ക ഈ യുദ്ധത്തിൽ കീഴടങ്ങുമെന്നും അമേരിക്ക തങ്ങളോട് ചർച്ചയ്ക്ക് വരും എന്നാണ് IRGC ഇപ്പോൾ പറയുന്നത്. കുവൈറ്റിലെയും ബഹ്റൈനിലെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിച്ചതായി റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ അറബ് രാജ്യങ്ങളിലേക്ക് അടിക്കുന്ന ഓരോ അടിയും അമേരിക്കയ്ക്കുള്ള തിരിച്ചടിയാണ്. അധികം മുൻപോട്ട് പോകാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നും അറബ് രാജ്യങ്ങൾ സമ്മർദ്ദവുമായി എത്തുമ്പോൾ സമാധാന ചർച്ചയ്ക്ക് വേണ്ടി ഞങ്ങളുടെ കാൽക്കലേക്ക് അമേരിക്കയ്ക്ക് വരേണ്ടി വരും എന്നാണ് IRGC പറയുന്നത്. ഇറാനിലുടനീളമുള്ള വിവിധ ഇടങ്ങളിൽ US സേന തുടർച്ചയായി 10 രാത്രികളിൽ നടത്തിയ ആക്രമണങ്ങൾ അത് നിസ്സാരമല്ല. അതിമാരകമായ ബോംബുകൾ ഉപയോഗിച്ചാണ് ആക്രമണങ്ങൾ അത്രയും നടത്തത്. ആ ആക്രമണങ്ങളുടെ ശേഷി താങ്ങാൻ കഴിയാതെയാണ് ഇറാനിൽ കഴിഞ്ഞ ദിവസം ഒരു ഭൂമി കുലുക്കം തന്നെ ഉണ്ടായത്. ഇനിയും അമേരിക്കൻ ആക്രമണം താങ്ങാൻ കഴിയില്ല എന്ന് ഇറാൻ ഭരണകൂടം തന്നെ പറയുന്നുണ്ട്. കീഴടങ്ങണമെന്നല്ല, ഒരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറാകൂ എന്നാണ് ഇറാൻ ഭരണകൂടം ഇറാൻ സൈന്യത്തോട് പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്. ഇറാനിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് സൈന്യമാണ്. ഭരണകൂടത്തിന് വലിയ റോൾ ഇല്ല എന്നുള്ളത്. കുവൈറ്റിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ട് ഇറാൻ ഇപ്പോൾ അമേരിക്കയെ വെല്ലുവിളിച്ചിരിക്കുന്നത് ഇതിലും നിർണായകവും ശക്തവുമായ ഡ്രോൺ മിസൈൽ ആക്രമണ തരംഗങ്ങൾക്കായി തയ്യാറെടുത്തുകൊള്ളൂ എന്നാണ്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള നീക്കങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇറാനെതിരെ തുടർച്ചയായി അമേരിക്ക ആക്രമണം നടത്തുന്നത്. എന്നാൽ ആക്രമണത്തിലൂടെ ഹോർമുസ് തുറന്നു കിട്ടും എന്നാണ് അമേരിക്ക കണക്ക് കൂട്ടുന്നതെങ്കിൽ അത് വ്യാമോഹം മാത്രമാണെന്ന് ഇറാൻ പറയുന്നു. ഞങ്ങളുടെ പിടിവള്ളിയാണ് ഹോർമുസ്. ഒരിക്കലും അതിൻ്റെ ആധിപത്യം അമേരിക്കയുടെ കൈകളിലേക്ക് എത്തില്ല. അവിടം ഭരിക്കുന്നത് ഞങ്ങളാണെന്ന് ഇറാൻ വെല്ലുവിളിക്കുന്നു. ഇറാൻ വെല്ലുവിളിക്കുന്നത് അമേരിക്കയെ മാത്രമല്ല, ലോകരാജ്യങ്ങളെ മുഴുവനാണ്. കാരണം അവിടെ ഹോർമുസിൽ കെട്ടിക്കിടക്കുന്നത് പല രാജ്യങ്ങളുടെയും കപ്പലുകളാണ്. ഈ അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന ആക്രമണം ലോകത്തെ മുഴുവൻ പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിലാണ് ഞങ്ങളും ആക്രമണത്തിന് ഇറങ്ങാൻ പോകുന്നു എന്ന് ഇസ്രയേൽ പറയുന്നത്. ഇസ്രയേൽ ഇറങ്ങുന്നതിനെ ഇറാൻ ഭയക്കുന്നുണ്ട്. അതായത് അമേരിക്ക നടത്തുന്ന ആക്രമണത്തെക്കാൾ 10 ഇരട്ടി ഭയം ഇസ്രയേൽ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നതിനെ ഇറാൻ ഭയക്കുന്നുണ്ട്. കാരണം ഇസ്രയേൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തങ്ങളെ പൂർണ്ണമായും തുടച്ചു നീക്കുന്ന ഒരു ആക്രമണത്തിലേക്കായിരിക്കും ഇനി അവർ കടക്കുക എന്ന് ഇറാൻ അറിയാം. കാരണം അമേരിക്ക ആക്രമണം നടത്തുന്നത് ഇറാനെ ഒരു കരാറിൽ ഒപ്പുവെപ്പിക്കാനാണെങ്കിൽ ഇസ്രയേൽ ആക്രമണം നടത്തുന്നത് ഇസ്രയേലിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്, അവരുടെ രാജ്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് കിട്ടുന്ന അടിക്ക് വ്യത്യാസമുണ്ട്. അമേരിക്ക ഒന്ന് മയപ്പെടുത്തിയേ ഇപ്പോഴും ഇറാനെ അടിക്കുന്നുള്ളൂ. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുമെന്ന് അമേരിക്ക പറയുമ്പോഴും പല കേന്ദ്രങ്ങളിലേക്കും ഇപ്പോഴും അമേരിക്ക കൈവച്ചിട്ടില്ല. എന്നാൽ ഇസ്രയേൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മുഴുവൻ തകർക്കുന്നതിലേക്കായിരിക്കും എത്തുക. ഒരു മയവും ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിനെ IRGC ഭയക്കുന്നതും. മറ്റൊരു കാര്യം, മൊസാദ് എന്ന ഭയമാണ് ഇറാനുള്ളത്. മൊസാദ് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അങ്ങ് ഇസ്രയേലിന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കേന്ദ്രങ്ങളിൽ തന്നെ ആയിരിക്കും. അതായത് ഇനി ഇസ്രയേൽ അടിക്കാൻ പോകുന്നത് ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലായിരിക്കും. അവിടെ കയറി അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് IRGCക്ക് ഒരു നിലനിൽപ്പില്ല. പ്രത്യേകിച്ച് അവരുടെ എണ്ണ പ്ലാന്റുകൾ, ആയുധ ശേഖരങ്ങൾ, ആയുധപ്പുരകൾ, മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ, മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ, ഇവിടങ്ങളിലേക്കൊക്കെ ആയിരിക്കും ഇസ്രയേൽ കയറി അടിക്കാൻ പോകുന്നത്. ആ അടി ഇറാൻ താങ്ങില്ല. ഇനിയും ഒരു അമേരിക്കൻ സൈനികൻ കൊല്ലപ്പെട്ടാൽ തിരിച്ചടി അതിഭയാനകമായിരിക്കും എന്ന് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഓരോ തവണയും ഇറാൻ ഒരു അമേരിക്കൻ സൈനികനെ കൊല്ലുമ്പോൾ
ആ കൊലപാതകത്തിന് അവർ പല മടങ്ങ് വില നൽകേണ്ടി വരും എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന വാണിജ്യ കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാന്റെ ശേഷി തകർക്കുന്നതിനായി ഇറാനിയൻ സൈനിക കമാൻഡ് സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളും ഞങ്ങൾ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തി കഴിഞ്ഞു എന്നാണ് US പട വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനിടെ ഈ യുദ്ധം മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്നത് പശ്ചിമേഷ്യയെ വലിയ പ്രതിരോധത്തിലേക്കും ലോകരാജ്യങ്ങളെ പ്രതിസന്ധിയിലേക്കും തള്ളുന്ന ഘട്ടത്തിൽ സമാധാനത്തിനു വേണ്ടിയുള്ള ഒരു നീക്കം തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഇറാന്റെ ആഭ്യന്തരമന്ത്രി എസ്കന്ദർ മൊമേനി പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു. പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസിം മുനീറുമായും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായും മൊമേനി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇറാൻ ഭരണകൂടം ഈ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നുണ്ടെങ്കിലും IRGC എന്ന സൈന്യം അതിന് തയ്യാറല്ല. ഹോർമുസ് കടലിടുക്കിലെ വ്യോമനാവിക പാതകളെ അശാന്തമാക്കി US ഇറാൻ സൈനിക ഏറ്റുമുട്ടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച 2 എണ്ണക്കപ്പലുകളിൽ ശക്തമായ സ്ഫോടനത്തെ തുടർന്ന് വൻ തീപിടുത്തമുണ്ടായതായി IRGC അറിയിച്ചിട്ടുണ്ട്. കപ്പലുകളിലെ ജീവനക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മേഖലയിൽ അമേരിക്കൻ വികൃതികൾ തുടരുന്നിടത്തോളം കാലം ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുമെന്നും ഇവിടെ നിന്ന് എണ്ണയോ വാതകമോ രാസവളങ്ങളോ കയറ്റുമതി ചെയ്യാൻ അനുവദിക്കില്ല എന്നുമാണ് IRGCയുടെ വെല്ലുവിളി. എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ ഹോർമുസ് പിടിച്ചടക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് അമേരിക്കയും വെല്ലുവിളിക്കുന്നു. ഇതിനിടെ ഇറാനെതിരെയുള്ള US സൈനിക നടപടികൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി മുൻനിര ഡെമോക്രാറ്റിക് നേതാവും US സെനറ്റ് ന്യൂനപക്ഷ നേതാവുമായ ചക് ഷൂമർ രംഗത്തെത്തി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്ന ഓരോ നിമിഷവും അമേരിക്കൻ സൈനികരുടെ ജീവൻ കൂടുതൽ അപകടത്തിലാകുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സമൂഹ മാധ്യമമായ എക്സിലൂടെയായിരുന്നു ഷൂമർ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇറാനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിക്കാനും അമേരിക്കൻ സൈന്യത്തെ തിരികെ വിളിക്കാനും ആവശ്യപ്പെട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയെ കൊണ്ട് സെനറ്റിൽ വീണ്ടും വോട്ടെടുപ്പ് ചെയ്യിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇനി ഇത് തുടരാനാകില്ല, ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ചക് ഷൂമർ കുറിച്ചു. നേരത്തെ കോൺഗ്രസിന്റെ മുൻകൂട്ടിയുള്ള അനുമതിയില്ലാതെ ഇറാനെതിരെ നടത്തുന്ന സൈനിക നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന വാർ പവേഴ്സ് പ്രമേയം US ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് പാസാക്കിയിരുന്നു. തുടർന്ന് ജൂൺ 24-ന് സെനറ്റിലും പ്രമേയത്തിന് അംഗീകാരം ലഭിച്ചു. ഡെമോക്രാറ്റുകൾക്കൊപ്പം 4 റിപ്പബ്ലിക്കൻ സെനറ്റർമാർ കൂടി പ്രമേയത്തെ പിന്തുണച്ച് വോട്ട് ചെയ്യുകയായിരുന്നു. ഇതോടെ വിഷയത്തിൽ 10ാം തവണയാണ് സെനറ്റ് വോട്ടെടുപ്പിലേക്ക് നീങ്ങിയത്. എന്നാൽ ജനപ്രതിനിധികളുടെയും സെനറ്റിന്റെയും ശക്തമായ എതിർപ്പുകൾ നിലനിൽക്കെ തന്നെ ട്രംപ് ഭരണകൂടം ഇറാനെതിരെയുള്ള വ്യോമാക്രമണങ്ങളും സൈനിക നടപടികളും തുടരുന്ന പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം വീണ്ടും ശക്തമാകുന്നത്. യുദ്ധം കൂടുതൽ കൈവിട്ട നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്നൊരു സമാധാന ചർച്ച ഉണ്ടായില്ലെങ്കിൽ ഇറാനെ വിഴുങ്ങുന്നതിലേക്ക്, തീ തുപ്പുന്നതിലേക്ക്, പൂർണ്ണമായും ചാരമാക്കുന്നതിലേക്ക് അമേരിക്ക കടക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.